നിങ്ങളുടെ ജീവിതത്തിന്റെ പല വിഷയങ്ങളും ദൈവത്തിന്റെ ഒറ്റ നോട്ടത്താൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ള വലിയ ദൈവിക സന്ദേശത്തോടുകൂടി ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും എൻ്റെ വന്ദനവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതു നിമിഷത്തിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റും. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഹാർഡസ്റ്റായ അനുഭവത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ഈ ദൂതിനെ നിങ്ങൾ സ്വീകരിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് 3-4 വചനങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും ഹാർഡസ്റ്റായ അനുഭവങ്ങളിൽ പല വ്യക്തികളും രാത്രിയാമങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്കു വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്കു വേണ്ടി എഴുന്നേറ്റ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവപ്രവർത്തികൾ നടന്നു കാണുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാരംഭം തന്നെ ഞാൻ ഒരു വലിയ ദൈവിക സന്ദേശം ഞാൻ കൈമാറുകയാണ്. എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരും. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച് ഒരു റിസൾട്ട് പോലും ജീവിതത്തിൽ കാണാതെ വളരെ വേദനയോടുകൂടി പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിന്മേൽ എന്റെ സന്ദേശം കേൾക്കുന്ന പല വ്യക്തികളുണ്ട്. അവരോട് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നത്, മടുത്തു പോകരുത്. ഏത് സമയത്തും നിന്റെ ജീവിതത്തിന്റെ ഏതു നിമിഷത്തിലും ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ, ദൈവത്തിന്റെ മറുപടി നിന്റെ ജീവിതത്തിന്മേൽ ഒരു സർപ്രൈസായി വെളിപ്പെടുവാനുള്ള സകല സാധ്യതകളുമുണ്ട്. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മളുടെ ദൈവത്തെ പറ്റി പറയുന്നത് തന്നെ, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്കലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്നാണ്. ഞാൻ ഒരു കാര്യം ദൈവവചനത്തിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞുവിടാം. നിങ്ങൾ നോക്കുക, സെക്കര്യാവിന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യ നിമിഷത്തിലാണ് സർപ്രൈസുമായി ദൈവത്തിന്റെ ദൂതൻ അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി വന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നീണ്ട നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു മറുപടി കിട്ടുന്നില്ല എന്നുള്ള ഭാരം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഇന്നത്തെ സന്ദേശത്തിൽ ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ടാകും. സെക്കര്യാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വന്നു എന്ന് പറയുമ്പോൾ സെക്കര്യാവൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അവന്റെ സാഹചര്യം എന്ന് പറയുന്ന അവൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്. അവന്റെ ഭാര്യ വാർദ്ധക്യത്തിലാണ്. ഇനി ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്ന അസാധ്യമാണ്. എന്നാൽ ആ അസാധ്യത്തിന്റെ നടുവിൽ പ്രാർത്ഥനയുടെ മറുപടി അവൻ കണ്ടതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ സന്ദേശത്തെ ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ അസാധ്യത്തിന്റെ നടുവിൽ ഇനി ആർക്കും ഈ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്ന നിമിഷത്തിൽ തന്നെ ഒരു ദൈവിക പ്രവൃത്തി നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ച് മറന്നതുമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ സർപ്രൈസ് ഞാൻ കാണും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും. ഞാൻ പറഞ്ഞുവല്ലോ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പ്രാർത്ഥിച്ച പല വ്യക്തികളെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു.
പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയുടെ റിസൾട്ട് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലരോട് ഇന്ന് വളരെ ദൈവാത്മ പ്രേരിതമായാണ് ഈ വേർഡിന് ഞാൻ കൈമാറുന്നത്. പ്രാർത്ഥനകളുടെ മറുപടി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. അതിൽ ഒരു വ്യക്തിയാണ് യാക്കോബ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇപ്രകാരമാണ് തുടങ്ങുന്നത്. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു, തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് നീ ഒറ്റയ്ക്കായി നിൽക്കുന്ന അനുഭവമാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ യാക്കോബ് തനിയെ ശേഷിച്ചു എന്ന് പറയുമ്പോൾ യാക്കോബും യാക്കോബിന്റെ ദൈവമായി നേരിട്ട് നിൽക്കുന്ന അനുഭവത്തിലേക്ക് അവൻ മാറുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, പ്രിയ ദൈവത്തിന്റെ മക്കളെ, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ, ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞു വിടുവാനിടയായി തീർന്നു, ലോകത്തിൽ നിന്ന് ഡിസ്കണക്ട് ആവുന്നതാണ്. ലോകത്തിൽ നിന്ന് മാറി നീയും ദൈവവും നേർക്കുനേർ നിൽക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന നല്ലൊരു ഉദാഹരണമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യത്തിലുള്ള അറയിൽ കയറി നിങ്ങളുടെ രഹസ്യത്തിലുള്ള പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളെ അറിയുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥനയുടെ മറുപടി അയക്കുവാനിടയായിത്തീരും. യാക്കോബ് ചെയ്തത്, രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനിടയായിത്തീർന്നു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആ ഒറ്റ രാത്രിയിൽ പ്രഭാതം വരെ അവൻ പ്രാർത്ഥനയിൽ ഇരിക്കുവാനിടയായിത്തീർന്നു. ഉഷസ്സാകുവോളം അവൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞു. അവന്റെ ഒറ്റ വിഷയമേ ഉള്ളൂ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എനിക്ക് നിന്നെ വിടുവാൻ പറ്റുകയില്ല. ഈ സമയത്ത് യാക്കോബ് സകല മേഖലകളിലും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നാൽ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തല്ല, യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമല്ല, യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് നിനക്ക് കുറെ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതൊന്നുമല്ല. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്താൽ തുടപ്പെടുന്ന അനുഭവമാണ്. ദൈവമായിട്ട് റൈറ്റായി നിൽക്കുന്ന അനുഭവമാണ് യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത്. അന്ന് രാത്രിയിൽ ദൈവം അവനെ തൊട്ടു. ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്. യാക്കോബിനോട് ചോദിക്കുന്നു, യാക്കോബേ, നിന്റെ പേരെന്താണ്? അവൻ പേര് പറയുന്നു. എന്നാൽ അന്ന് ദൈവം അവനൊരു പേര് കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് തൊട്ട് നീ ഇസ്രയേൽ എന്നറിയപ്പെടും. നിങ്ങൾ നോക്കുക, ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവനോട് ചെയ്തത്, അവൻ പ്രാർത്ഥനയിൽ കയറിയപ്പോൾ ദൈവം അവനുമായിട്ട് ചെയ്ത ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒളിഞ്ഞിരുന്ന രഹസ്യം ദൈവം യാക്കോബിലൂടെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ഇസ്രയേൽ എന്ന രാജ്യത്തെ പറ്റി ആദ്യമായി ഈ ഭൂമിയിൽ അവനോടാണ് ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അവന്റെ ഡെസ്റ്റിനിയിലേക്ക് ദൈവം അവനെ കൊണ്ടുവരുവാനിടയായി തീർന്നു. ദൈവം അവനെ കണ്ട ദൈവിക പർപ്പസിലേക്ക് ദൈവം അവനെ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരുവാനിടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ നാളുകളിൽ എന്റെ മെസ്സേജുകളിൽ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇസ്രയേലിനെതിരെ ഇത്രയധികം ശത്രു രാജ്യങ്ങൾ ഉണ്ടായിട്ടും ആ ഇസ്രയേൽ ജനതയെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ പറ്റാത്തത്? ഒറ്റ കാര്യമേയുള്ളൂ. പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത പേരാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു വന്ന ഒന്നിനെയും തുടച്ചു മാറ്റുവാൻ പറ്റുകയില്ല. ഇന്ന് അതുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ്. മനുഷ്യ മുഖത്തേക്ക് നോക്കാതെ പ്രാർത്ഥനയിൽ
നിങ്ങളുടെ രാത്രിയാമങ്ങളിൽ ദൈവം മുഖത്തേക്ക് നോക്കുക. അവിടെ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഒന്നാമത് യാക്കോബ് പ്രാർത്ഥനയിൽ രാത്രിയാമങ്ങളിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. അവിടെ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. രണ്ടാമത്, രാത്രിയിൽ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 24 വാക്യം വായിച്ചു വരുമ്പോൾ, പ്രഭാതയാമത്തിൽ ഏകദേശം 3 മണി തൊട്ട് 6 മണി വരെയോ 8 മണി വരെയുള്ള ടൈം ആയിരിക്കാം. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുകൊണ്ട്, പുറപ്പാട് പുസ്തകം 14 അധ്യായം 24 വാക്യത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മിസ്രയീം സൈന്യത്തെ നോക്കി. ഞാൻ ഇന്നത്തെ മെസ്സേജിന്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ ഒറ്റ നോട്ടം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറുവാൻ. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി. ഹല്ലേലൂയ. അതുകൊണ്ടും തീർന്നില്ല, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ടു ഓടിപ്പോക, യഹോവ അവർക്കു വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറയാനിടയായി തീർന്നു. നോക്കുക, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നു. ഈ മെസ്സേജ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. ചിലരുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവിക പ്രവൃത്തികൾ ദൈവം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നു. എന്നിട്ടും ഈ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇവരെ വിടുവിച്ചു. ആമേൻ. ഇവർ ഇസ്രായേലിലേക്ക്, കനാൻ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇവരെ പിൻപറ്റി കൊല്ലുവാൻ വേണ്ടി വരികയാണ്. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും മുന്നോട്ട് വിടാതെ വണ്ണം, നിങ്ങളുടെ പുറകിൽ ആധിപത്യം ചുമത്തുന്ന ഏത് ശക്തി ഉണ്ടെങ്കിലും അത് യേശുവിന്റെ നാമത്തിൽ തകരപ്പെടുകയാണ്. അത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിംഗിൽ ലൈവായി നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ടായിട്ട് അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ പുറകിൽ നിന്ന് ആക്രമിച്ച് പരാജയപ്പെടുത്തി മിസ്രയീമിലേക്ക് കൊണ്ടുവരുവാൻ കടന്നു വന്ന മിസ്രയീം ശക്തിയെ അന്ന് രാത്രി പ്രഭാതയാമത്തിൽ എന്റെ ദൈവം അവരെ നോക്കുവാനിടയായി. ഒറ്റ നോട്ടമാണ്. നിങ്ങൾ നോക്കുക, അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആയിരിക്കുന്ന സൈന്യമായിരുന്നു. അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു. അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഫറവോനും കൂട്ടരെന്ന് പറയുന്നത്. ആ കൂട്ടരെ എന്റെ ദൈവം ഒന്ന് നോക്കിയുള്ളൂ. ആ പ്രഭാതയാമത്തിൽ ആ സൈന്യം ഇല്ലാതെയായിപ്പോയി. അടിമത്തങ്ങൾ തകരപ്പെടുവാനിടയായിത്തീർന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഏതെങ്കിലും മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ എന്നെ വിളിക്കുവാനിടയായിത്തീർന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ കിട്ടി, എന്നിട്ടും അതേ അനുഭവങ്ങൾ തന്നെ മടങ്ങി വരുന്ന ഒരനുഭവം എനിക്കുണ്ട് എന്ന് പറയുന്ന പല വ്യക്തികളെ ഞാൻ കാണുവാനിടയായിത്തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങൾ വിടുവിച്ചാൽ ആ വിടുതൽ പൂർണ്ണമായിരിക്കും. ആമേൻ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ടും ആ സൈന്യം അവരെ പിന്തുടരുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, മോശയോട് ദൈവം പറഞ്ഞത് ഇത് തന്നെയാണ്. ഇന്ന് നിങ്ങൾ കണ്ട മിസ്രയീം സൈന്യത്തെ ഇനി ഒരു നാളും കാണുകയില്ല. ഏതെങ്കിലും മേഖലകളിൽ ദൈവിക വിടുതൽ കിട്ടി, എന്നിട്ടും അതിൽ നിന്നൊരു പൂർണ്ണമായ വിടുതൽ കാണാതെ വണ്ണം, പുറത്തു വരാൻ പറ്റാതെ വണ്ണം പിന്തുടരുന്ന അനുഭവം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള ദൈവ പ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും. ആമേൻ.
യാക്കോബ് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കയറി വലിയ ദൈവപ്രവൃത്തി അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രഭാതയാമത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി എടുക്കുവാനിടയായി തീർന്നു. ഇതുപോലെ തന്നെ 4-ാം യാമത്തിൽ പത്രോസും ശിഷ്യന്മാരും പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാ തലത്തിലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് 4-ാം യാമത്തിൽ ദൈവം അവർക്കു വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഞാൻ ഇന്നലെ അതിന്റെ ഒരു ഭാഗം പറഞ്ഞു വിട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിൽ കൂടി അവർ ഭയപ്പെട്ടത് ഈ തിരമാലയാണ്, അവർ ഭയപ്പെട്ടത് ഈ കാറ്റിനെയാണ്. അവർ എന്തിനെ ഭയപ്പെട്ടോ ആ ഭയപ്പെട്ട വിഷയത്തിന്റെ മേൽ ദൈവം കാൽ ചുവടുകൾ വെച്ചു വരുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളോടുള്ള ദൈവിക സന്ദേശം ഇതാണ്: നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കാൽ ചുവടുകളുണ്ട്. അർത്ഥാൽ നിങ്ങൾ ഭയപ്പെടുന്ന സകല വിഷയങ്ങളുടെ മേലും അവൻ വിജയം കൈവരിച്ചവനാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ രോഗത്തെ ഓർത്തുകൊണ്ടാണോ ഭയപ്പെടുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കടത്തെ ഓർത്തുകൊണ്ടാണോ ഭയപ്പെടുന്നത്? അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും. 4-ാം യാമത്തിൽ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മേൽ അവർ ഭയപ്പെട്ട വിഷയത്തിന്റെ മേൽ എന്റെ യേശുവിന്റെ കാൽ ചുവടുകൾ വരുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം ഏതുമാകട്ടെ, അതൊരു പക്ഷേ നിങ്ങളുടെ മക്കളെ പറ്റിയുള്ള ഭാരമായിരിക്കാം, അതൊരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ മേൽ, ബിസിനസ്സിന്മേൽ, സ്ഥാപനങ്ങൾ നടത്തി എല്ലാം പരാജയമാണെന്ന് പറയുന്ന ഈ അനുഭവമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഭയപ്പെടുന്നത് നാളെയെ പറ്റിയുള്ള, ഭാവിയെ പറ്റിയുള്ള പേടിയായിരിക്കാം. അത് കാരണത്താൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങുവാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കാം. ആ വിഷയത്തിന്റെ മേൽ എന്റെ യേശുവിന് അത്ഭുതം ചെയ്യുവാൻ പറ്റും. ആ അത്ഭുതത്തെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവരുടെ ജീവിതത്തിന്റെ 4-ാം യാമം ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തതാണ്, എന്നാൽ യേശുവിന് പ്രവർത്തിക്കുവാൻ പറ്റും. ആ അത്ഭുത ദൈവ പ്രവൃത്തിയെ ഈ ജനത്തിനു വേണ്ടി ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഇവരുടെ 4-ാം യാമത്തിൽ ഇവർ പ്രാർത്ഥനകളിൽ എഴുന്നേൽക്കട്ടെ. ഇവരുടെ രാത്രികളിൽ, ഇവരുടെ പ്രാർത്ഥനകളിൽ എഴുന്നേൽക്കട്ടെ. വലിയ റിസൾട്ടുകൾ ഇവരുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. സംഭവിച്ചിരിക്കുക. ദൈവത്തിന് നന്ദി പറയുക, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.